കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ട RSPയും മുസ്ലിം ലീഗും രംഗത്തെത്തി. മതസാമുദായിക സന്തുലനം പാലിക്കാൻ മേയർ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് സാധ്യത. മറ്റു കോർപ്പറേഷനുകളിൽ മേയറെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ കൊല്ലത്തെ സ്ഥിതി അങ്ങനെയല്ല. ഡെപ്യൂട്ടി മേയറെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് കൊല്ലത്ത് പുരോഗമിക്കുന്നത്. ആരാകും കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ? അത് സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും എല്ലാം പുരോഗമിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി UDF കൊല്ലം കോർപ്പറേഷൻ ഭരണം പിടിച്ചു. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും 27 ഡിവിഷനുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. മേയറെ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിന്റെ പേരിൽ തർക്കങ്ങളില്ല. പക്ഷേ ആരാണ് കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ? മത സാമുദായിക ഇക്വേഷൻസ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഒരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് പറയുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമാണ്. RSP, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളിൽ നിന്ന് ജയിച്ച സ്ത്രീകളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. മേയറും ഡെപ്യൂട്ടി മേയറും ഒരേ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾ പിണങ്ങുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മറ്റു സമുദായങ്ങളെ പിണക്കരുത്. വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു തട്ടുകേടും ഉണ്ടാകാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഉന്നത കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ നേതാക്കൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് സാധ്യത. ജില്ലയിലെ മുതിർന്ന നേതാവ് ഉദയസുകുമാറിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ 1 വർഷം മേയർ സ്ഥാനം നൽകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെയും RSPയുടെയും ആവശ്യം. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.